വിശ്വവിഖ്യാതമായ റോം, ചക്രവർത്തിമാരുടെ നഗരം. പക്ഷേ ആ നഗരത്തിന് സാമ്രാജ്യങ്ങളെക്കാൾ വലിയ ചില പ്രണയങ്ങളുണ്ടായിരുന്നു. കിരീടങ്ങളെക്കാൾ അവർ സ്നേഹിച്ച ചില മനുഷ്യരുണ്ടായിരുന്നു. 2019 മെയ് 26 സ്റ്റാഡിയോ ഒളിമ്പ്യാക്കോയിലെ ഓരോ പുൽനാമ്പും അന്ന് കണ്ണീരണിയുകയായിരുന്നു. 18 വർഷം കളിക്കളത്തിൽ ചോരയും നീരും നൽകിയ ഒരു യോദ്ധാവ് തൻ്റെ വീടിനോട് വിട പറയുകയാണ്. ഫ്രാൻസിസ്കോ ടോട്ടിക്ക് ശേഷം റോമക്കാർ തങ്ങളുടെ നെഞ്ചിലേറ്റി നടന്ന ഡാനിയൽ ഡി റോസി. മറ്റുള്ളവർ ട്രോഫികൾക്ക് പിന്നാലെ പാഞ്ഞപ്പോൾ അവൻ ആ ക്ലബിനോടുള്ള പ്രണയത്തെ മുറുകെ പിടിച്ചു നിന്നു. യൂറോപ്പിലെ വൻകിട ക്ലബ്ബുകൾ മില്യൺ കണക്കിന് പൗണ്ടുകൾ നീട്ടിയപ്പോഴും അവൻ പറഞ്ഞു, എനിക്ക് റോമയാണ് എല്ലാം. ഇത് കിരീടങ്ങളുടെ മാത്രം കഥയല്ല, ആത്മബന്ധത്തിൻ്റെ, വിശ്വസ്തതയുടെ, തളരാത്ത പോരാട്ട വീര്യത്തിൻ്റെ കഥയാണ്. 1983 ജൂലൈ 24 റോമിലെ ഓസ്റ്റിയയിലാണ് ഡി റോസി ജനിച്ചത്. അച്ഛൻ ആൽബർട്ടോ ഡി റോസി റോമയുടെ യൂത്ത് ടീം പരിശീലകനായിരുന്നു. 2001 തൻ്റെ 18-ാം വയസ്സിൽ അയാൾ റോമയുടെ സീനിയർ ടീമിൽ അരങ്ങേറ്റം കുറിച്ചു. അന്നവൻ കളിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും ഇങ്ങനെ വിളിച്ചു, ക്യാപിറ്റൻ ഫുതുറോ, ഭാവിയിലെ നായകൻ. 2006 ജർമ്മൻ ലോകകപ്പ്. 22 വയസ്സുള്ള യുവതാരം ഡി റോസി ഇറ്റാലിയൻ ടീമിലുണ്ട്. എന്നാൽ അമേരിക്കയ്ക്കെതിരായ 2ാം മത്സരത്തിൽ അവൻ്റെ ജീവിതം മാറിമറിഞ്ഞു. പന്തിനായുള്ള പോരാട്ടത്തിനിടെ എതിർതാരം ബ്രയാൻ മക്ബ്രൈഡിൻ്റെ മുഖത്ത് ഡി റോസിയുടെ കൈമുട്ട് ശക്തമായി പതിക്കുകയുണ്ടായി. ചോരയൊലിക്കുന്ന മുഖവുമായി മക്ബ്രൈഡ്. ഡി റോസിക്ക് ഡയറക്റ്റ് റെഡ് കാർഡ്. അതോടെ 4 മത്സരങ്ങളിൽ നിന്ന് വിലക്ക് നേരിടേണ്ടി വന്നു ഡി റോസിക്ക്. ലോകമാധ്യമങ്ങൾ അവനെ ഇറ്റലിയുടെ നാണക്കേട് എന്ന് വിളിച്ചു. ആ 22-കാരൻ മാനസികമായി തകർന്നുപോയി. എന്നാൽ അവൻ ഡ്രസ്സിംഗ് റൂമിൽ പോയി മക്ബ്രൈഡിനോട് ക്ഷമാപണം നടത്തി. ശിക്ഷാ കാലയളവിൽ ഇറ്റലി ലോകകപ്പിൻ്റെ ഫൈനൽ വരെ കുതിച്ചു. ജൂലൈ 9 ബെർലിൻ, ഫ്രാൻസിനെതിരായ കലാശ പോരാട്ടം. 61-ാം മിനിറ്റിൽ മാർഷലോ ലിപ്പി ആ റിസ്ക് എടുത്തു. അവൻ ഡി റോസിയെ ഗ്രൗണ്ടിലേക്ക് വിട്ടു. മത്സരം പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക്. ഇറ്റലിയുടെ 3ാമത്തെ പെനാൽറ്റി കിക്ക് എടുക്കാൻ വന്നത് ആ 22-കാരനാണ്. തോളിൽ കനത്ത ഭാരം. എങ്ങാനും പിഴച്ചാൽ ആ രാജ്യം അവന് മാപ്പ് നൽകില്ല. അവൻ്റെ ഷോട്ട് വലയുടെ ടോപ്പ് കോർണറിലേക്ക് തറച്ചു കയറി. ഇറ്റലി ലോക ചാമ്പ്യന്മാരായി. കളിക്കളത്തിലെ വീഴ്ചകളിൽ നിന്ന് എങ്ങനെ തിരിച്ചു വരണമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത നിമിഷമായിരുന്നു അത്. 2000-ന്റെ അവസാനത്തിൽ റയൽ മാഡ്രിഡും മാഞ്ചസ്റ്റർ സിറ്റിയും വൻതുകയുമായി ഡി റോസിയെ സമീപിക്കുകയുണ്ടായി. ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ, കോടിക്കണക്കിന് പൗണ്ട് ശമ്പളം എന്നിങ്ങനെ ഏതൊരു കളിക്കാരനും വീണുപോകുന്ന തരം വാഗ്ദാനങ്ങൾ. പക്ഷേ അയാൾ അതെല്ലാം സ്നേഹപൂർവ്വം നിരസിക്കുകയാണ് ഉണ്ടായത്. അവൻ പണത്തേക്കാൾ സ്നേഹത്തിന് വിലയിട്ടു. ടോട്ടിക്കൊപ്പം അവൻ റോമയുടെ മധ്യനിരയിലെ തുടിപ്പായി മാറി. 616 മത്സരങ്ങൾ, 63 ഗോളുകൾ. ഇറ്റലിക്കായി 117 മത്സരങ്ങളിൽ നിന്ന് 21 ഗോളുകൾ. 2018 ഏപ്രിൽ 10 ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനൽ 2ാം പാദം മത്സരം നടക്കുകയാണ്. ആദ്യ പാദത്തിൽ 4-1 തോറ്റ റോമയ്ക്ക് സെമിയിലെത്തണമെങ്കിൽ 3-0 ജയിക്കണം. എതിരാളികളോ ലയണൽ മെസ്സിയുടെ കരുത്തുറ്റ ബാഴ്സലോണയും. ആരും റോമയ്ക്ക് 1% പോലും വിജയസാധ്യത കൽപ്പിച്ചിരുന്നില്ല. എന്നാൽ ക്യാപ്റ്റൻ പാൻ്റണിഞ്ഞ ഡി റോസി ആ ദിവസം ഒരു സിംഹത്തെ പോലെ പോരാടി. എഡിൻ സെക്കയുടെ ആദ്യത്തെ ഗോൾ, 2ാം പകുതിയിൽ ലഭിച്ച പെനാൽറ്റി സമ്മർദ്ദമില്ലാതെ റോസി വലയിലാക്കുകയും ചെയ്തു. ഒടുവിൽ കോസ്റ്റാസ് മനോലാസ് 3ാം ഗോളും നേടിയപ്പോൾ സ്റ്റാഡിയോ ഒളിമ്പ്യാക്കോയിൽ ചരിത്രം കുറിക്കപ്പെട്ടു. റോമ ഹാസ് റൈസൺ ഫ്രം ദെയർ റൂയിൻസ് എന്ന കമന്റേറ്ററുടെ വാക്കുകൾക്കൊപ്പം ഡി റോസി ഗാലറിയിലേക്ക് ഓടിക്കയറി. 2019 റോമ മാനേജ്മെന്റ് ഒരു കടുത്ത തീരുമാനമെടുത്തു. ഡി റോസിയുമായുള്ള കരാർ പുതുക്കുന്നില്ല. ക്ലബിൽ തുടരാൻ ഡി റോസി ആഗ്രഹിച്ചിരുന്നുവെങ്കിലും മാനേജ്മെന്റിന്റെ ആ തീരുമാനത്തെ അവൻ ശിരസ വഹിച്ചു. ഇറ്റലിയിലെ മറ്റൊരു ക്ലബിനു വേണ്ടിയും താൻ കളിക്കില്ല എന്ന് അവൻ ഉറപ്പിച്ചിരുന്നു. കാരണം റോമയെ അവൻ അത്രമേൽ സ്നേഹിച്ചിരുന്നു എന്നത് തന്നെ. 2019 ജൂലൈ യൂറോപ്പിലെ സകല ഓഫറുകളും തള്ളി അവൻ അർജന്റീനയിലെ ബൊക്ക ജൂനിയേഴ്സിലേക്ക് ചേക്കേറി. പണത്തിനു വേണ്ടി ആയിരുന്നില്ല അത്. കുട്ടിക്കാലം മുതലേ അവൻ്റെ ഉള്ളിൽ കടൽ പോലെ ഇരമ്പിയ ഒരു സ്വപ്നമായിരുന്നു അത്. ബൊക്ക ജൂനിയേഴ്സിന്റെ ഐക്കണിക് ലാ ബോംബണേര സ്റ്റേഡിയത്തിൽ കളിക്കുക എന്നത്.
അർജന്റീനയിൽ തെരുവുകളെന്ന് റോമൻ യോദ്ധാവിനെ വരവേറ്റു. ഡിയേഗോ മർഡോണ വരെ ഡി റോസിയുടെ ആ തീരുമാനത്തെ പ്രശംസിക്കുകയുണ്ടായി. ബൊക്ക ജൂനിയേഴ്സിനായി കളിച്ച ചുരുക്കം മത്സരങ്ങളിൽ പോലും തൻ്റെ ആത്മാവ് നൽകി അവൻ ആരാധകരുടെ പ്രിയങ്കരനായി മാറി. 2020 ജനുവരിയിൽ കുടുംബപരമായ കാരണങ്ങളാൽ അദ്ദേഹം ബൂട്ടഴിച്ചു വെച്ചു. ഇന്ന് കളിക്കളത്തിൽ പണവും കിരീടങ്ങളും മാത്രം മാനദണ്ഡമാകുന്ന കാലഘട്ടത്തിൽ ഡാനിയലെ ഡി റോസി എന്ന പേര് ഒരു ഓർമ്മപ്പെടുത്തലാണ്. സ്നേഹിച്ച ക്ലബിന് വേണ്ടി തൻ്റെ ജീവിതം തന്നെ ഹോപിച്ച ഒരു ഗ്ലാഡിയേറ്ററുടെ ഓർമ്മപ്പെടുത്തൽ. അവൻ കൂടുതൽ ട്രോഫികൾ നേടിയിട്ടുണ്ടാവില്ല, പക്ഷേ അവൻ നേടിയത് കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയമാണ്. ഫുട്ബോൾ എന്നത് വെറുമൊരു കളിയല്ല, അതൊരു വികാരമാണെന്ന് അവൻ നമ്മെ പഠിപ്പിച്ചു. വിശ്വസ്തതയുടെ അവസാനത്തെ വാക്ക്, ഡാനിയലെ ഡി റോസി.